പണ്ട് കാലങ്ങളിലൊക്കെ എന്തെങ്കിലും യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് യുദ്ധങ്ങളുടെയൊക്കെ സമയങ്ങളിൽ തീർച്ചയായിട്ടും താജ്മഹൽ മുഴുവനായിട്ട് ഒരു കവചം പോലെ മൊത്തമായിട്ട് പ്രത്യേകിച്ച് മുളകളും അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് താജ്മഹലിലെ മുഴുവൻ മിനാരങ്ങളും അതേപോലെ തന്നെ താജ്മഹലിലെ എല്ലാ സാധനങ്ങളും താജ്മഹലിലെ മുഴുവൻ സ്ട്രക്ചറും അത്തരത്തിലെ മുളകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം ഒരു കവചം പോലെ മൊത്തമായിട്ട് സംരക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. അതായത് യുദ്ധങ്ങളുടെയൊക്കെ സമയമാകുന്ന സമയത്ത് അതായത് പുറത്തുനിന്നുള്ള ഏതൊരു ശക്തിയും ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായിട്ടുള്ള ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ തന്നെ ആയിരിക്കില്ല. അവർ അത് നശിപ്പിക്കാനായിട്ടാണ് ആദ്യം തന്നെ നോക്കുക. സോ അത് എത്രമാത്രം നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാവാത്ത തരത്തിൽ അത്തരത്തിലുള്ള മുളകളും അങ്ങനെ പല സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താജ്മഹൽ മൊത്തമായിട്ട് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. താജ്മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതായത് താജ്മഹൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശവക്കുടീരം തന്നെയാണ് അല്ലെ. അതായത് ശവങ്ങളെ കൊണ്ടുവച്ചിരിക്കുന്ന അതായത് ശവങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ശവക്കുടീരമാണ് താജ്മഹൽ. എന്നാൽ താജ്മഹലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മൈൻഡിലോട്ട് ഒരു ശവക്കുടീരമാണ് അത്തരത്തിലുള്ള ശവങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ നമ്മൾ ആലോചിക്കാറ് പോറില്ല അല്ലെ. അത് തന്നെയാണ് താജ്മഹലിന്റെ ഏറ്റവും വലിയ വിജയം, താജ്മഹലിന്റെ ഏറ്റവും വലിയ സക്സസ് അത് തന്നെയാണ് പറയേണ്ടി വരും.